ഇപ്പം കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ജനിക്കുമ്പോൾ തന്നെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു. അതിപ്പം ഒരു ദിവസം കഴിഞ്ഞാലും ഒരാഴ്ച കഴിഞ്ഞാലും ഒരു മാസം കഴിഞ്ഞാലും ആ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെന്താണ് കാരണം? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ണുനീരിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത് നമ്മുടെ കുട്ടികളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാകുന്നു. അതൊരു ട്യൂബ് വഴി നമ്മുടെ മൂക്കിലെത്തുന്നു, തൊണ്ടയിലെത്തുന്നു, നമ്മളത് അങ്ങനെ വിഴുങ്ങുന്നു. അപ്പോൾ കണ്ണിലുണ്ടാകുന്ന കണ്ണുനീര് ഒരു ട്യൂബ് വഴിയാണ് മൂക്കിലെത്തേണ്ടത്. ആ ട്യൂബ് നമ്മൾ യൂട്രസിൽ തന്നെ അത് ഡെവലപ്പായി വരുന്നു. അത് ജനിക്കേണ്ട സമയത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് അത് മൂക്കിൽ വന്നിട്ട് ഓപ്പൺ ആകേണ്ട സമയം. അതിനു മുമ്പ് കുട്ടി എപ്പോൾ ജനിച്ചാലും, ഇപ്പോൾ കണ്ടുവരുന്നത് കുട്ടികളിൽ കൂടുതലും 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പ് ജനിക്കുന്നതായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഏത് കുട്ടികളിലും ഈ ഡക്റ്റ്, ഈ ട്യൂബ് മൂക്കിൻ്റെ അവിടെ തുറന്നിരിക്കാൻ സാധ്യത കുറവാണ്. അപ്പം കണ്ണിലുണ്ടാകുന്ന കണ്ണുനീര് ഈ ട്യൂബ് വഴി മൂക്കിൻ്റെ അവിടെ എത്തുന്നു. അപ്പോൾ അവിടുത്തെ ആ ഹോള് തുറന്നിട്ടില്ല. അതുകൊണ്ട് വെള്ളം തിരിച്ച് കണ്ണിൽ വരുന്നു, ഒഴുകി താഴെ വരുന്നു. അങ്ങനെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ളത്, ഈ വെള്ളം എല്ലാം കൂടി ഇവിടെ കെട്ടി നിന്ന് അതിൽ പഴുപ്പ് വന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നേരത്തെ ജനിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവസാനത്തെ 3 ആഴ്ച വളരെ ക്രിട്ടിക്കലാണല്ലോ നമ്മുടെ കണ്ണിൻ്റെ ആ ഫിനിഷിങ് ഡെവലപ്മെൻറ്റിന് വേണ്ടി. അത് ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് മസാജിങ്. മസാജിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വിരൽ വെച്ചിട്ട് ഇവിടെ ഈ ഡക്റ്റ് കണ്ണ് തൊട്ട് മൂക്ക് വരെയാണ്. അതുകൊണ്ട് അവിടെ മേളുവശം കണ്ണിൻ്റെ വറ്റം നമ്മൾ ഫിംഗറും കൊണ്ട് ഒരു പ്രഷർ കൊടുത്തിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ട്യൂബിലിപ്പം വെള്ളം നിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രഷറോടെ നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വെള്ളം ട്യൂബിനകത്ത് നിൽക്കുന്നു. ആ ഒരു ഫോഴ്സ് കാരണം ആ വെള്ളം മൂക്കിൻ്റെ ആ ദ്വാരത്തിനടുത്തോട്ട് വരുന്നു. ആ ഫോഴ്സ് കാരണം തുറക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദിവസം 40 പ്രാവശ്യം, അതായത് രാവിലെ 10 പ്രാവശ്യം, ഉച്ചയ്ക്ക് 10 പ്രാവശ്യം, വൈകിട്ട് 10 പ്രാവശ്യം, രാത്രി 10 പ്രാവശ്യം, അങ്ങനെ ദിവസം 40 പ്രാവശ്യം ഒരു വർഷം ചെയ്താൽ ഇത് തനിയെ തുറക്കും. 99% കുട്ടികൾക്ക് 1 വയസ്സാകുമ്പോൾ ഇങ്ങനെ ബ്ലോക്കുള്ള കുട്ടികൾക്ക് അത് മസാജ് കാരണം തുറക്കും. ബാക്കി 1% കുട്ടികൾക്ക് മാത്രമേ സർജറി വേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് മസാജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പഴുപ്പുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് വെച്ചിട്ട് പഴുപ്പ് മാറ്റിയതിന് ശേഷം മസാജ് ചെയ്താൽ വളരെ സക്സസ്ഫുൾ ആവും. ഇത് തന്നെയാണ് നമ്മുടെ പഴമക്കാർ, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് വേണ്ടി മസാജ് ചെയ്യുമ്പം കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സാധനം നമുക്കിപ്പം ലഭിക്കാത്തതുകൊണ്ടും പിന്നെ കുട്ടികൾ നേരത്തെ ജനിക്കുന്നതുകൊണ്ടുമാണ് ഇപ്പം കണ്ണിൽ കൂടെ വെള്ളം വരുന്നത് വളരെ കൂടുതലായിട്ട് കാണുന്നത്.